ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബസ്സിലാണുള്ളത്. ഇത് ഒരുപാട് നാൾ മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ എത്ര സമയം എടുത്തെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എങ്കിലും രാവിലെ കയറി ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് നമുക്ക് കൊല്ലത്ത് എത്താനായിട്ട് സാധിച്ചത്. കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുനലൂർക്കുള്ള ഡയറക്റ്റ് ബസ്സാണ് എനിക്ക് കിട്ടിയത്. 160 രൂപയാണ് ടിക്കറ്റ് ചാർജായിട്ട് വന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്പോട്ട്, പുനലൂർ തൂക്കുപാലം. കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിൻ്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് തൂക്കുപാലം നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അന്നത്തെ ദിവാൻ നാണുപിള്ളയാണ് കല്ലടയാറിന് മുകളിലൂടെ പുനലൂരിൽ തൂക്കുപാലം നിർമ്മിക്കാൻ 1871 അനുമതി നൽകിയത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ച് 1877 പണി പൂർത്തിയാക്കി. അതിന് 3 വർഷങ്ങൾക്ക് ശേഷമാണ് 1880 പാലം പൊതുജന ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. തെക്കേ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭമായിരുന്നു ഇത്. 1872 മുതൽ 1877 വരെ 2212 ദിവസം നീണ്ടുനിന്ന പണിയുടെ ഒടുവിലാണ് പാലം പൂർത്തിയായത്. ഹെൻറിയുടെ നേതൃത്വത്തിൽ ദിവസം 200-ലധികം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത്. 400 അടി നീളവും ആർച്ചുകൾക്കിടയിൽ 200 അടിയും ആർച്ചുകൾക്ക് ഇരുവശവും 100 അടി വീതിയുമാണുള്ളത്. അക്കാലത്ത് 3 ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചിലവ്. നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് പാലത്തിൻ്റെ ഉറപ്പിലും ശക്തിയിലും വലിയ വിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വിശ്വാസത്തോടെ പാലത്തിന് മുകളിലൂടെ നടന്നിരുന്നത്. ആളുകളെ താൻ നിർമ്മിച്ച പാലത്തിൻ്റെ ശക്തി തെളിയിക്കുവാൻ ഹെൻറി ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം കുടുംബവും ഒന്നിച്ച് പാലത്തിനടിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തുകയും അതേസമയം പാലത്തിന് മുകളിലൂടെ 6 ആനകളെ ഒരുമിച്ച് നടത്തിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മാത്രമാണ് ആളുകൾ ആ പാലത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചതും പിന്നീട് ഉപയോഗിക്കുവാൻ തുടങ്ങിയതുമെന്നാണ് പറയപ്പെടുന്നത്. മറ്റു തൂക്കുപാലങ്ങളെ അപേക്ഷിച്ച് നിരവധി പ്രത്യേകതകൾ ഈ പാലത്തിനുണ്ട്. ശക്തമായ അടിയൊഴുക്കും നീരൊഴുക്കും കൂടുതലുള്ള കല്ലടയാറ്റിൽ സാധാരണ പാലം, അതായത് തൂണുകളിൽ നിർമ്മിക്കുന്ന പാലം പ്രായോഗികമായിരിക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇവിടെ തൂക്കുപാലം നിർമ്മിക്കുന്നത്. 2 കൂറ്റൻ ചങ്ങലകളാൽ തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ പാലമുള്ളത്. ഇരുകരകളിലുമുള്ള കമാന ആകൃതിയിലുള്ള തൂണുകളെയാണ് ഈ ചങ്ങലകൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത്. ഈ ചങ്ങലകൾ കരഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന 4 കിണറുകൾക്കുള്ളിലിറക്കിയാണ് ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. മധ്യഭാഗത്തെ കരഭാഗവും ഇതുപോലെ തന്നെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടക്കൂടായിരുന്നു പാലത്തിൻ്റെ പ്ലാറ്റ്ഫോമായി ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ മുകളിലായി തേക്കിൻ്റെ തടികൾ കൊണ്ടായിരുന്നു പാളങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇതിൻ്റെ മുകളിലൂടെയായിരുന്നു പാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയം വരെ വാഹന ഗതാഗതം നടന്നിരുന്നത്. വാഹന ഗതാഗതം മാത്രമായിരുന്നില്ല പുനലൂർ പാലത്തിൻ്റെ ഉദ്ദേശം. അക്കാലത്ത് കാട്ടുപ്രദേശമായിരുന്ന ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികമായിരുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം കുറയ്ക്കുക എന്ന ലക്ഷ്യവും തൂക്കുപാലം നിർമ്മാണത്തിന് പിന്നിലുണ്ടായിരുന്നു. ആരെങ്കിലും പാലത്തിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ചങ്ങലകൾ മുറുകി പാലത്തിനൊരു ചെറിയ കുലുക്കം സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മൃഗങ്ങൾ പേടിക്കുമെന്നും അങ്ങനെ അവയെ തുരത്തുവാനുമായിരുന്നു ഇത് നിർമ്മിച്ചത് എന്നും പറയുന്നു. 1970 വരെ പാലത്തിൽ വാഹന ഗതാഗതം നടന്നിരുന്നു. പിന്നീട് 1990 പുരാവസ്തു വകുപ്പ് പാലത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. ഇത് പിന്നീട് സംരക്ഷിത സ്മാരകമായി മാറുകയുമായിരുന്നു. 2016 പാലം നവീകരണം നടത്തി ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. തൂക്കുപാലത്തിലൂടെ കല്ലടയാർ മുറിച്ചു കടക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഫോട്ടോ എടുക്കാനും വീഡിയോഗ്രാഫിക്കും വേണ്ടി ധാരാളം ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഞാനും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്.
കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്ത് പുലമൺ ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മീൻപിടിപ്പാറ. ഔഷധഗുണമുള്ള ചെറിയ വെള്ളച്ചാട്ടം, ഭീമൻ മീൻ ശില്പം, തൂക്കുപാലം, കുട്ടികളുടെ പാർക്ക് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ശാന്തമായ പ്രകൃതിഭംഗി ആസ്വദിക്കുവാനും വെള്ളച്ചാട്ടത്തിലിറങ്ങാനും ഒട്ടേറെ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. വെറും 20 രൂപ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശന ഫീസ്. അടുത്തതായിട്ട് നമ്മൾ പോയത് കൊല്ലത്തെ ബീച്ചിലേക്കാണ്. മഹാത്മാഗാന്ധി ബീച്ച് എന്നും അറിയപ്പെടുന്ന കൊല്ലം ബീച്ച് കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരവും ശാന്തവുമായ ഒരു തീരദേശ കേന്ദ്രമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലത്തെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിലാണ്. കുട്ടികൾക്കായുള്ള പാർക്കാണ് താഴെ കാണുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വിളക്കുമാടമായ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് കൊല്ലം നഗരത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെ അറബിക്കടൽ തീരത്തായി സ്ഥിതി ചെയ്യുന്നു. 144 അടി ഉയരമുള്ള ഈ ചരിത്രപ്രസിദ്ധമായ ലൈറ്റ് ഹൗസ് 1902 പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള അറബിക്കടലിൻ്റെ ദൃശ്യം വളരെ മനോഹരമാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറാനായി 200 പടികളുള്ള ഒരു സർപ്പിൾ ആകൃതിയിലുള്ള ഗോവണിപ്പടിയുണ്ട്. കൂടാതെ ലിഫ്റ്റും സഞ്ചാരികൾക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. മുകളിലെത്തിയാൽ കൊല്ലം നഗരത്തിൻ്റെയും അറബിക്കടലിൻ്റെയും 360 ഡിഗ്രി ദൃശ്യം കാണാൻ സാധിക്കും.